ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ന്യൂസിലൻഡിൽ ഈ ഡെക്ക് എന്ന് പറയും സാധനം, അതായത് നമ്മുടെ മിറ്റം പോലെയുള്ള സ്ഥലം മൊത്തം ഇങ്ങനെ പലക വിരിച്ചിട്ടേക്കണ തരം സാധനമാണ്. അപ്പോൾ ഇവിടെ ഈ ഡെക്ക് പോളിഷിംഗ് ആണ്, അതായത് നമ്മൾ പെയിൻറ്റ് ചെയ്യണതിന് പകരം ഇതേപോലെ പോളിഷ് പോലെ ഒരു ഓയിലാണ് ഈ കാണുന്നത്. ആ സാധനം ഓയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. ഇപ്പോൾ എൻ്റെ പണി ഇതാണ്. അപ്പോൾ ഞാൻ ഡെക്കിൽ ഇങ്ങനെ ഓയിൽ ഇങ്ങനെ വളരെ ഈസിയാണ് ഈ സംഭവം. ഇതേപോലെ ഒരു ബ്രഷ് ഉണ്ട്, ആ ബ്രഷ് ഇങ്ങനെ ഇതിനകത്ത് മുക്കും. അതുകൊണ്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് വരും. അതുകൊണ്ട് നമ്മൾ എവിടെയാണോ ചെയ്യണത് അവിടെ ഇതേപോലെ കെയർഫുള്ളായിട്ട് അവിടെ ഇവിടെ മുട്ടരുത്. മുട്ടിക്കഴിഞ്ഞാൽ അവിടെ എല്ലായിടത്തും ഇത് വരും. ഇങ്ങനെയാണ് ഇവിടെ ഡെക്ക് പോളിഷ് ചെയ്യണത്. അതായത് ഇത് മൊത്തം മരമാണ്, മരത്തിൻ്റെ പീസുകളാണ് ഈ കാണുന്നത് മൊത്തം. അപ്പോൾ ഞാനിതിങ്ങനെ ചെയ്യാണ്. വളരെ ഈസിയാണ്. ഇതിങ്ങനെ ഒരു ഓയിലാണ്. ഈ ഓയിൽ ഇതിനകത്തേക്ക് ഇങ്ങനെ നമ്മൾ നല്ല ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യണം. ഞാനിവിടെ വന്ന പിന്നെയാണ് ഇത് പഠിച്ചത് എങ്ങനെയാണ് ചെയ്യണതെന്ന്. വളരെ ഈസിയാണ്. ഞാൻ ചെയ്തേക്കുന്ന പോർഷനാണ് ഈ കാണുന്നത് മൊത്തം. സൈഡ് ചെയ്തിട്ടുണ്ട്, കണ്ടോ? ഇതേപോലെ നമുക്ക് ഈ സൈഡൊക്കെ ചെയ്യാൻ കിടക്കുന്നുണ്ട്. അപ്പം നമ്മളിത് ചെയ്യുന്നതിന് മുന്നായിട്ട് ഈ കാണുന്ന ഈ മരത്തിൻ്റെ പീസെല്ലാം തന്നെ നമ്മൾ സാൻഡ് പേപ്പർ വെച്ചിട്ട് ശരിക്കും നൈസാക്കി എടുക്കണം. ഞാനത് ആദ്യമേ നൈസാക്കി എടുത്തായിരുന്നു. അത് മെഷീൻ വെച്ചൊക്കെ തന്നെയാണ് ഇവിടെ സാൻഡിങ് ഒക്കെ ചെയ്യുന്നത്. അതിനുശേഷം നല്ല സ്മൂത്ത് ആയതിനു ശേഷം നമ്മളിത് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ഈ ഓയിൽ ഇതിനകത്തേക്ക് ഇങ്ങനെ 2-3 വട്ടം കാണിക്കണം, എന്നാലാണ് അതിനകത്ത് കറക്റ്റായിട്ട് അത് ഫില്ലാവുള്ളൂ. അത് ആ മരത്തിലേക്ക് ഈ സാധനം പിടിക്കുകയുള്ളൂ. പോളിഷ് പോലെ തന്നെ എന്തോ ഒരു സംഭവമാണ്, ഓയിലാണ്, എന്തോ ഓയിൽ എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സപ്പോർട്ട് പ്ലീസ്. താങ്ക് യു.